ഹലോ ഗായ്സ് വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യ ആണ്. അപ്പോൾ നമ്മൾ വരികയാണ്, ലോഡ് ആവുകയാണ്. ഓക്കെ, ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യ. ഇതാണ് 99 ആണ് നമ്മളെ സ്റ്റാറ്റസ്. എന്നാൽ 1% കൂടി ആക്കിയാലോ അല്ലേ? ഓക്കെ, ഇത് റിപ്പയർ ആക്കാൻ വിടുന്നില്ല, 99 ആയതുകൊണ്ട്. സാരമില്ല, നമുക്ക് ടൂർ മൂഡ് കളിക്കാം അല്ലേ? അതെ. ഓക്കെ ഗായ്സ്, നിങ്ങൾക്ക് ഏത് മൂഡ് ഇഷ്ടമെന്നും കൂടി പറയണേ. നമ്മൾ നേരത്തെ ഇപ്പൊ കളിച്ചതാണ്, അത് റീസ്റ്റാർട്ട് ചെയ്യുന്നതാണ്. परस्यानं गाइस इंडियाची नंबर 1 वायर्स एंड केबल्स कंपनी तुमच्यासाठी घेऊन आली आहे फॅन्स PLDC टेक्नॉलॉजीसह पॉलीकॅप वायर्स एंड फॅन्स. ബസ് സിമുലേറ്റർ കളിച്ചവരാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. അതുമാത്രമല്ല കമൻറ്റ് ചെയ്യണം. അതുമാത്രമല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബസ് ഏതാണെന്ന് പറയാ. അതിൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ സജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഒന്ന് ആക്കുന്നതായിരിക്കും അല്ലേ? ആർക്കാ കൂടുതൽ ലൈക്ക് ആ കമൻറ്റിൽ കിട്ടോ അപ്പോൾ നമ്മൾ ആക്കുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഏത് ക്യാമറ, ഔട്ട്സൈഡ് ക്യാമറ ആണോ ഇൻസൈഡ് ക്യാമറ ആണോ ഇഷ്ടമെന്നും കൂടി കമൻറ്റ് ചെയ്യണം. അപ്പോൾ ബസ് നമ്മൾ കണ്ടിന്യൂ ചെയ്തിരിക്കുകയാണ്. ഇത്ര വരെ ഒന്നും നമ്മൾ നല്ലതായിട്ട് തന്നെ ഡ്രൈവ് ചെയ്തിട്ടുണ്ട്. ഇനി എന്താ സംഭവിക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഓക്കെ, ഇപ്പോൾ ഒരു ലെഫ്റ്റിലേക്ക് ഒരു വളവുണ്ട്. ഓക്കെ, അത് നമ്മുടെ നല്ലതായിട്ട് തന്നെ പോയിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നില്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യക്ക് പുതിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ട് ഗൈസ്. അത് അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ആൾക്കാർ നടക്കുന്നതും അതാണ് ഗൈസ് അപ്ഡേറ്റ്. അതുമാത്രമല്ല നമ്മുടെ വിഷ്വലാണ് അപ്ഡേറ്റ് മെയിനായിട്ട് വന്നിട്ടുള്ളത്. അതുമാത്രമല്ല ബസ് സിമുലേറ്ററിൻ്റെ തന്നെ ഇതായിട്ടുള്ള ഒരു ഇന്ത്യയുടെ ബസ് സിമുലേറ്റർ ഉണ്ടല്ലേ? പക്ഷെ എനിക്ക് തോന്നുന്നില്ല അത് നല്ല. നിങ്ങൾക്ക് ഇന്ത്യ ആണോ ഇഷ്ടം അല്ല ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യ ആണോ ഇഷ്ടം? നിങ്ങൾ ഒന്നും കൂടി കമൻറ്റ് ചെയ്യണം. ഓക്കെ, കല്ലവർച്ചിക്ക് തന്നെ ഇപ്പോൾ ബസ് പോകുന്നുണ്ട്. അയ്യോ, റൂട്ട് മാറിപ്പോയി. സാറില്ല, നമുക്ക് യൂ ടേൺ എടുത്തിട്ട് വരാം. റൂട്ട് അറിയാതെ ഒന്ന് മാറിപ്പോയിട്ടുണ്ട്. അത് നമ്മളിപ്പോൾ തന്നെ കംപ്ലീറ്റ് ആവും. നമ്മളൊരു സിഗ്നലിൽ നിൽക്കുകയാണ് ഗൈസ്. അതുമാത്രമല്ല നമ്മുടെ ആദ്യത്തെ വീഡിയോ ആണിത്. ഇൻട്രോ വേറെ അല്ല, രണ്ടാമത്തെ വീഡിയോ ആണ് ഗൈസ്. അതെ, രണ്ടാമത്തെ വീഡിയോ ആണ്. അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ഈ വീഡിയോയിൽ. അത് നമ്മൾ ഒന്ന് കമൻറ്റ് ചെയ്യണം എന്താ പ്രശ്നം. എന്തായാലും നമുക്കത് ഇമ്പ്രൂവ് ചെയ്യാൻ കഴിയുമല്ലോ. അതെ അതെ. അതുമാത്രമല്ല നിങ്ങളുടെ ഗെയിമിംഗ് ആയിട്ടുള്ള ബസ് സിമുലേറ്റർ ഫാനായിട്ടുള്ള ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾ ഇപ്പോൾ ഏത് ഗെയിമാണ് കളിക്കുന്നതും കൂടി ഷെയർ ചെയ്യണേ. അയ്യോ അയ്യോ അയ്യോ, പ്രോ ഡ്രൈവറാണ്. ഇതൊക്കെ നമുക്ക് സ്കിപ്പ് അടിക്കാം. നമുക്ക് നോക്കാം, കുറച്ചാൾ കയറിച്ച് നമുക്ക് സ്കിപ്പ് ചെയ്യാം. എല്ലാവരും വീഡിയോഗ്രാഫറാണ് തോന്നുന്നു ഗൈസ്. എല്ലാവരുടെ കയ്യിലും ഫോൺ വെച്ച സ്റ്റിക്കെല്ലാം ഉണ്ട്. അവരുടെ കയ്യിൽ യൂട്യൂബ് ചാനലുണ്ട് തോന്നുന്നു ഗൈസ്. നമുക്ക് സ്കിപ്പ് ചെയ്ത് കളയാം.
ഓക്കെ ഗൈസ്, ഇപ്പോൾ കയറിയിട്ടുണ്ട് നമ്മൾ. ഇപ്പോൾ എല്ലാവരും കയറിയിട്ടുണ്ട്. നമുക്ക് വളച്ച് പോവാം ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മൾ വന്ന വഴി അതിലേക്ക് തന്നെ പോകുന്നു ഗൈസ്. അതിലേക്ക് അങ്ങനെ പോകും. ഓക്കെ, വീണ്ടും റോഡിലേക്ക് എത്തിയിട്ടുണ്ട്. പിന്നെ നമ്മളിപ്പോൾ ബീച്ചിലേക്കാണ്. അപ്പോൾ നമ്മുടെ പണ്ടത്തെ കണ്ടീഷൻ തന്നെയാണ് വണ്ടിക്കുള്ളത്. 99%. പെട്രോള് 75 ലിറ്റർ. അതെ, 75 ലിറ്റേഴ്സ് ഉണ്ട്. പിന്നെ നമ്മുടെ ഇപ്പോൾ ഒരു സിഗ്നൽ ഉണ്ട്. നമ്മുടെ മെയിനായിട്ടുള്ള ഒരു ഹോണൊന്ന് അടിച്ച്. അയ്യോ ഗൈസ്, കുറച്ചൊന്ന് മുട്ടിയിട്ടുണ്ട്. ആ കാർ എവിടെ പോയി എന്നറിയില്ല. ചെറുതായിട്ട് ഓ, മുട്ടിയില്ല. അതിൻ്റെ മുന്നിലുള്ള ആംബുലൻസ് ആംബുലൻസ് അല്ല. അപ്പോൾ കണ്ടോ ഗൈസ്, പോലീസ് കാറിനെ നമ്മളെങ്ങനെയാണ് മാറ്റുന്നത്. ഹലോ പ്ലീസ് പോലീസ്, മാറുക പോലീസ്. ഇതിൽ വീഴാത്തതായിട്ടുള്ള വണ്ടികളൊന്നുമില്ല. പിന്നെ ഞാൻ ശ്രദ്ധിച്ചതാണ്, ഇന്തോനേഷ്യയിൽ പോലീസിനെ പൊലീസി എന്ന് പറയുക. പോലീസി നിങ്ങൾക്കിപ്പോൾ കാണുന്നുണ്ടാവും, പോലീസി. പിന്നെ കുറേ ബസ് കണ്ടിട്ടുണ്ട്, പുലങ് പെർഗി, കുറേ ബസ്. പിന്നെ കുറച്ച് മുമ്പിലായിട്ടൊരു കമേഴ്ഷ്യൽ ബ്രേക്ക് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. If you order food online, you need to watch this. Food delivery apps have been clearly charging you extra, and most people are fed up because of this. But this app is changing that. For example, say you want to buy a 250 rupees Subway sandwich, but by the time you reach checkout, it's suddenly 350 rupees. And now you don't want to order it anymore. So you start looking for cheaper sandwich options and end up compromising on what you actually wanted to eat. This is where Toing comes in. On Toing, there's no platform fees, no packaging fees, and നീണ്ട ഇടവേളയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും ബസ് സിമുലേറ്ററിലേക്ക് എത്തിയിരിക്കുകയാണ്. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ഗെയിമും കൂടി ഇന്തോനേഷ്യൻ്റെ കളിക്കണമെങ്കിൽ ട്രക്ക് സിമുലേറ്റർ ഇന്തോനേഷ്യ ഉണ്ട്. അതും പൊളി ഗെയിമാണ്. അതിൽ കുറേ ട്രക്കുകളുണ്ട്. പിന്നെ അതുമാത്രമല്ല, നിങ്ങളുടെ ഫോണിലുള്ള ഗെയിംസ് ഏതൊക്കെയാണെന്നും കൂടി കമൻറ്റ് ചെയ്തോ. നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. പിന്നെ ആർക്കാണ് കൂടുതൽ ലൈക്സ് കിട്ടുക ഏത് ഗെയിമിന്, ആ ഗെയിം നമ്മൾ കളിക്കാൻ തയ്യാറാണ്. അതുമാത്രമല്ല, നിങ്ങൾ ഏത് ബസ്സാണ് പറയുന്നത് അതിന് ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്നത് നമ്മൾ ചെയ്യാൻ തയ്യാറാണ്. പ്രൊഫഷണൽ ഡ്രൈവറാണ് ഗൈസ് നമ്മൾ. നമുക്ക് നിങ്ങളെ മുമ്പിൽ കാണാൻ കഴിയും റോട്ടു മാർട്ട് എന്തല്ലേ ഇന്തോനേഷ്യയിൽ ഇന്തോനേഷ്യ അല്ല, ബസ് സിമുലേറ്ററിലെ. ഓ ഗായ്സ്, ഇതൊരു ഇടുങ്ങിയ റോഡാണ്. ഇപ്പോൾ ഒരു ബസ് വന്നാൽ തന്നെ, മുറിയൊരു ബസ് വന്നാൽ തന്നെ നമ്മൾ കളിഞ്ഞു പോകും. അങ്ങനത്തെ ഒരു റോഡാണ്. പക്ഷെ എനക്ക് തോന്നുന്നു ഇത് 1 വേ ആണെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് പിന്നെ
വേറെ ബസ് എനക്കൊന്ന് ഗായ്സ് നമ്മളിപ്പോൾ ബീച്ചിലെത്തിയിരിക്കുകയാണ്. ഓക്കെ ഗായ്സ്, നമ്മൾ ബീച്ചിലെത്തി. ഓ ഗായ്സ്, നമ്മൾ പാർക്ക് ചെയ്തു. ഇനി ആൾക്കാർ ഇറങ്ങാൻ പോവുകയാണ്. നമുക്കതും സ്കിപ്പ് ചെയ്യാം. നമുക്ക് ഒരു റൗണ്ട് അടിക്കാം ഗൈസ്. നമുക്ക് ഇവരെ കൂടെ ഇങ്ങനെ പോവാം. നമ്മളുടെ മുന്നിൽ കാണുന്നത് വാവ്, ബീച്ച്. അയ്യോ, നമുക്ക് പോകാൻ കഴിയാതെ. ഓക്കെ. അപ്പോൾ നമുക്ക് പോവാ ഗൈസ്. കയറാം, എന്നിട്ട് കണ്ടിന്യൂ അടിച്ചിട്ട് പിന്നെ ഇതാക്കാം. എന്നാ നമ്മൾ ഇവിടെ അവസാനിക്കുകയാണ് ഗൈസ്. ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. എല്ലാവരും പറഞ്ഞതൊക്കെ കമൻറ്റ് ചെയ്യുക. പിന്നെ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എല്ലാം ചെയ്യുക. എന്നാലേ നമുക്കൊരു സപ്പോർട്ട് ആയിട്ട് തോന്നുള്ളൂ. എന്നാൽ ബൈ ഗൈസ്, സൈനിങ് ഓഫ് അനിരുദ്ധ് ആൻഡ് ഋതിക്. ബൈ.